Now, almost 6 million children suffer from food allergies nationwide. ആൾക്ക് ഇപ്പം അലർജി കൂടുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം നമ്മുടെ കിച്ചണിൽ തന്നെയാണ്. ഹൈജീൻ ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ ഹൈജീനിക് ആവുന്നതുകൊണ്ട് ഏർലി ഇൻട്രൊഡക്ഷൻ ഓഫ് അലർജൻസ് ഒന്നും നടക്കത്തില്ല. അപ്പം നമ്മൾ ചിലപ്പം ഈ അലർജി പേടിച്ചിട്ട് അലർജി ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് ഫ്യൂച്ചറിൽ ആ അലർജൻ കാരണം അലർജി വരാറുണ്ട്. വെസ്റ്റേണൈസേഷൻ ഓഫ് ഡയറ്റ്, നമ്മൾ ലോ ഫൈബർ ഡയറ്റിലോട്ട് മൂവ് ചെയ്യുക. അത് കാരണം എന്താ, നമ്മുടെ ഗട്ട് മൈക്രോബയോട്ട ഒക്കെ കുറഞ്ഞ് കാരണം അലർജി കൂടുന്നുണ്ട്. ഇപ്പം സൺലൈറ്റിൽ എക്സ്പോഷർ ഇല്ല, വിറ്റാമിൻ ഡിന്റെ ലെസ്സും, പിന്നെ ലേറ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് അലർജൻസ്. ഇപ്പം നമ്മുടെ ഫാമിലിയിൽ അലർജി പേടിച്ചിട്ട് നമ്മൾ ലേറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഇതാണ് കാരണങ്ങൾ. ഇതിന്റെ സൊല്യൂഷൻ ഞാൻ എന്താ, ഡൈവേഴ്സിറ്റി ഓഫ് ഫുഡ്, ഫൈബേഴ്സും നാച്ചുറൽ ഫുഡ് റിച്ച് ഉള്ള ഫുഡ് കഴിക്കുക. പിന്നെ ഏർലി ഇൻട്രൊഡക്ഷൻ ഓഫ് അലർജൻസ്, നമ്മുടെ ബേബീനെ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് അലർജൻസിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് അലർജീന്റെ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. അപ്പം ഇത് ഡോക്ടറുടെ കൺസൾട്ടേഷന്റെ കൂടെ തന്നെ ചെയ്യണം.